ഹായ്, അപ്പോൾ എല്ലാവർക്കും മലേഷ്യൻ വ്ളോഗിൻ്റെ പാർട്ട് 2ലേക്ക് സ്വാഗതം. സെക്കൻഡ് ഡേ തുടങ്ങുന്നത് തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നായിരുന്നു. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു ഞങ്ങളോട് റൂമിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബസ് വരും എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 7 തൊട്ടിട്ട് 9 വരെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോയിട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയായിട്ട് താഴേക്ക് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങുക ചെയ്തേ. 7 to 9 ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫുഡ് റെഡി ആയിരിക്കും കേട്ടോ. അങ്ങനെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞ് ഉള്ള വഴികളിലൂടെ ആയിരുന്നു യാത്ര ഉണ്ടായിരുന്നത്. നമ്മൾ ജെൻഡിങ് ഹൈലൻഡ്സിലേക്കാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുണ്ടായിരുന്നത്. അവിടേക്കുള്ള വഴിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നല്ല നൈസായിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ ജെൻഡിങ് ഹൈലാൻഡ്സിലേക്ക്. അപ്പം നമ്മൾക്ക് 2-way കേബിൾ കാർ റൈഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റൈഡ് അടിപൊളിയായിരുന്നു. ചെവി ഒന്ന് അടയാൻ സാധ്യതയുണ്ട്, പക്ഷെ അതത്ര സീനൊന്നുമില്ല. അതപ്പോൾ തന്നെ ശരിയാവും. ഇതൊരു കുറച്ച് ദൂരത്തോളം ഉണ്ട് കേട്ടോ ഈ കേബിൾ കാറിലുള്ള യാത്ര എന്ന് പറയുന്നത്. ഒരു കൂൾ ഹില്ലാണ്, 1800 മീറ്റർ എബവ് സീ ലെവലാണ് ഉള്ളത്. അതിനുശേഷം നമ്മളൊരു 1 hour കോലാലംപൂരിൽ നിന്നുണ്ട് ഇവിടേക്ക് എത്താനായിട്ട്. താഴോട്ട് നോക്കുമ്പോൾ ഫുള്ള് കാടാണ് കേട്ടോ. പിന്നെ താഴെ കൂടെ റോഡ് പോകുന്നതൊക്കെ കാണാം. നല്ല രസമുണ്ടായിരുന്നു താഴേക്ക് നോക്കണ സമയത്ത്. നമുക്ക് നല്ല എൻജോയ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഒരുപാട് എസ്കലേറ്റേഴ്സ് കയറിയിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയത്. ഇത് ഒരു ബുദ്ധൻ്റെ വലിയൊരു സ്റ്റാച്ചു നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടേക്കാണ് നമ്മൾ കേബിൾ കാർ വഴി നമ്മൾ എത്തുന്നത്. ഇവിടെയും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. അതിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ആകെ മഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അതിലൂടെ നടക്കാനും ഒക്കെ നല്ല സുഖം തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ അവിടേക്ക് എത്തണ വഴിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ അവർ ഓരോ റെഡ് ബോൾസ് വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ആംബിയൻസ് ആയിരുന്നു അവിടെ. ഇതൊരു കുളമാണ് കേട്ടോ. അതിൽ നിങ്ങൾക്ക് കോയിൻസ് കാണാൻ പറ്റും. അവിടെയുള്ള ആൾക്കാരുടെ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താമരക്കുളം പറഞ്ഞു കഴിഞ്ഞാൽ താമര ആർട്ടിഫിഷ്യലായിട്ടുള്ളതാണെങ്കിലും ഈ താമരക്കുളത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ ഒരു കോയിൻ ആ കുളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹം സാധിക്കും എന്നാണ് പറയുക. അതുപോലെ ഈ ബുദ്ധൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ബുദ്ധൻ്റെ അടുത്തൊരു ബെല്ലുണ്ട്. ആ ബെല്ല് 3 തവണ അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹം സാധിക്കും എന്നാണ് പറയുക കേട്ടോ. അങ്ങനെ കുറേ വിശ്വാസങ്ങളുണ്ട്. അതിനുശേഷം നമ്മൾ അവിടെയൊക്കെ ചുറ്റി കണ്ടു. അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടോ. ഈ മ്യൂസിയം കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ ഒരു കേവ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ സ്റ്റെപ്സൊക്കെ ആയിട്ട് അതിലൂടെയൊക്കെ നമ്മൾ നടന്നു പോയിട്ടുണ്ടായിരുന്നു. മേലേക്കൊക്കെ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലൂടെ പോയിട്ടുണ്ടായിരുന്നു. ഈ കേവ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ക്ലിപ്പ് എടുത്തതായിരുന്നു.
അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വന്നതും ഈ കേബിൾ കാർ വഴിയായിരുന്നു. അപ്പോഴത്തേക്കും മഞ്ഞൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴത്തെ വ്യൂ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു മേലെ നിന്ന് നോക്കണ സമയത്ത്. അതിനുശേഷം ഞങ്ങൾ എത്തിയത് സ്നോ പാർക്ക് കാണാനും പിന്നെ ഒരു മാള് പോലത്തെ ഒരു സ്ഥലത്തേക്കൊക്കെയാണ് കേട്ടോ. ഈ കേബിൾ കാറിൽ ഇരുന്നിട്ട് നമ്മൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടാക്കി നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ അവർ എടുത്തു തരും. നമ്മൾ ജെൻഡിങ് ഹൈലാൻഡ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മാള് പോലത്തെ സംഭവങ്ങളൊക്കെയാണ്, ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു മാൾ തന്നെയാണ്, 3 ഫ്ലോറുള്ളൊരു മോളാണ്. ഇവിടെ കാസിനോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷോപ്പിംഗ് നടത്താം, നൈറ്റ് ലൈഫൊക്കെ അടിപൊളിയാണ് ഇവിടുത്തെ. ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എവിടെ കയറേണ്ടതെന്നുള്ളത് കൺഫ്യൂഷനായിരുന്നു. ഇത് ഒരു സ്നോ വേൾഡിൻ്റെ ക്ലിപ്പാണ്. ഇതവർ നല്ല ഭംഗിയായിട്ട് കണ്ട ക്രിസ്മസ് ഒരു ആംബിയൻസ് ഉണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി വീണ്ടും നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഗൈഡ് നമുക്ക് കാര്യങ്ങളൊക്കെ ഈ യാത്രയുടെ ഉള്ളിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മൾ തിരിച്ചു പോകാൻ നേരത്ത് മഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. റോഡൊക്കെ വളരെ നീറ്റാണ് കേട്ടോ അവിടുത്തെ, അത് എടുത്ത് പറയേണ്ടതാണ്. അതിനുശേഷം നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബാട്ടു കേവ്സ് ആണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാട്ടു കേവ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിന്ദു ലോർഡ് മുരുകൻ്റെ ഗോൾഡൻ സ്റ്റാച്ചു ആണുള്ളത്. അതിൻ്റെ അകത്തേക്ക് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്സ് കയറിയിട്ട് വേണം നമ്മൾ ടെമ്പിളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അവിടെയും മുരുകനുണ്ട്. ഈ സ്റ്റാച്ചു ആണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളത്. 43 മീറ്റർ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ സ്റ്റാച്ചുവിന്. അതുപോലെ 272 കളർഫുൾ സ്റ്റെപ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സ്റ്റെപ്സ് കയറിയിട്ട് വേണം നമ്മൾ ഈ അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ഫ്രീ ആയിട്ട് നമുക്ക് പോവാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6 മണി തൊട്ടിട്ട് 9 മണി, രാത്രി 9 മണി വരെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷോൾഡറും കാൽമുട്ടൊക്കെ നമ്മളൊന്ന് കവർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതൊരു അമ്പലമായതുകൊണ്ട് തന്നെ അവർ അങ്ങനെ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്സ് കയറിയിട്ട് പോവുകയാണ്. കളർഫുൾ സ്റ്റെപ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് കരുതാം. സ്റ്റെപ്സ് കയറുന്നതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ചപ്പലോ ഷൂവോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അവിടെ മങ്കീസ് ഒരുപാടുണ്ടായിരുന്നു. കുരങ്ങന്മാരെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. വെള്ളം വേണമെങ്കിൽ നമുക്ക് കരുതാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മേലെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിനൊക്കെ സൗകര്യമുണ്ട്. ഇതാണ് ടെമ്പിളിൻ്റെ ഉൾഭാഗം. ഇവിടെ മുരുകൻ്റെ ആണ് പ്രതിഷ്ഠയുള്ളത്. നമ്മൾക്ക് അവിടെ പ്രാർത്ഥിക്കാം. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക, പീസ്ഫുൾ ആംബിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ലൈറ്റ്സൊക്കെ കണ്ടിട്ടാണ് ഇറങ്ങിയത് അവിടെ നിന്ന്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നൈറ്റ് റൂമിൽ പോകുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോവുക ചെയ്തത്. അപ്പോൾ പാർട്ട് 3 ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.